നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ പകൽ വേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഓരോ വ്യക്തികളും വചനം കേൾക്കുമ്പോൾ നിന്റെ മനസ്സിന് തുറന്ന് ആ വചനങ്ങൾ ഉള്ളിലേക്ക് ചെന്ന് ഹൃദയത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ. നല്ലത് സംസാരിക്കാൻ, നല്ല പ്രവർത്തിക്കുവാനുള്ള കൃപ ഈ മക്കൾക്ക് ഓരോരുത്തരും കേൾക്കുന്നവർ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. വചനം പിതാവേ ഇരുതരവായ മൂർച്ചയുള്ളതും ഭക്തിബന്ധങ്ങളെ തകർക്കുന്നതും മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറുന്നതാണെന്ന് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ കർത്താവ്. അതിൻ പ്രകാരം പറയുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ ഞങ്ങൾ നാവിനോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമം തന്നെയാണ്. സംഖ്യാപുസ്തകം 22:23. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചു കൊണ്ട് വഴിയിൽ നിൽക്കുന്ന കഴുതയെ കണ്ടു. കഴുത വഴിയിൽ നിന്ന് മാറി മാറി വയലിലേക്ക് പോയി. കഴുതയെ വയലിലേക്ക് തിരികേണ്ടതിന് ബലിയാം അതിനെ അടിച്ചു. പിന്നെ യഹോവ ദൂതൻ ഇരുവരും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളിലേക്ക് ഇടുക്കു വഴിയിൽ നിന്നു. കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലരികെ ഒതുങ്ങി. ബലിയാമിൻ്റെ കാൽ മതിലോട് ചേർത്ത് ഒതുങ്ങി. അവൻ അതിനെ വീണ്ടും അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ മുമ്പോട്ട് ചെന്നു. ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാതെ ഒരു ഇടുക്കിയിൽ നിന്ന് യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബലിയാമിൻ്റെ കീഴെ കിടന്നു കളഞ്ഞു. എന്നാൽ നമ്മൾ ആലോചിക്കുക, ഇന്ന് തമ്പുരാൻ കഴുതയെ ആക്കിയത് എന്തിനാണ്? കഴുത ബലിയാമിനെ അടിക്കുക. ബലിയാമൻ കഴുതയെ അടിച്ചപ്പോൾ കഴുത മുന്നോട്ട്, ദൂതൻ അവൻ്റെ മേൽ ഊരിപ്പിടിച്ച വാഴുവാനിരിക്കുക. കഴുതയ്ക്ക് മനസ്സിലായി ദൂതൻ മുന്നേ പോകേണ്ടത്. കഴുത പതുക്കെ ആ ഫയലിലോട്ട് തിരിയും തോറും ഇവൻ്റെ കാല് അതിൻ്റെ അത് കഴുത വീണ്ടും അവനെ അടിക്കുക. അന്ന് നമ്മളെ ഇന്ന് അതിന് സങ്കല്പമായിട്ട് നിൽക്കുന്ന മനുഷ്യൻ പലപ്പോഴും കണ്ണ് തുറക്കുന്നില്ല. ഇന്ന് മൃഗങ്ങളുടെ കണ്ണാണ് ഇന്ന് തുറക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് തമ്പുരാൻ ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാതെ ഒരു ഇടുക്കടയിൽ നിന്ന് യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബലിയാമിൻ്റെ കീഴെ കിടന്നു കളഞ്ഞു. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ദൂതൻ അവിടെ നിൽക്കുക. ഈ ബലിയാമൻ അവനെ അടിക്കുന്നെങ്കിലും ഈ ബലിയാമിന് ഈ ദൂതനെ കാണാൻ പറ്റും, പക്ഷെ കഴുതയ്ക്ക് കാണാം. നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും അങ്ങനല്ലേ, ഉറങ്ങിക്കിടക്കുന്ന പല സമയങ്ങളും പലവട്ടവും ദൈവത്തിൻ്റെ ഫനിൽ പലവട്ടം പലരെയും വിളിച്ചിട്ടുമ്പോൾ എന്നെ അല്ല 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 എന്ന് മാറി നമ്മൾ ഓടുക. ദൂതൻ മുന്നേ നിൽക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് വചനമാകുന്നത് ഇന്ന് കഴുത ആകാരം ഉപയോഗിക്കുന്നത് തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയാണ് കാണിക്കുന്നത്. ഇന്ന് നമ്മളിന്ന് കഴുതയുടെ നമ്മുടെ മുന്നിൽ ഇന്ന് ദൂതൻ നിൽക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പോകണ്ടാത്ത വഴികളിൽ ഇന്ന് മനുഷ്യന് ഓടുക. ഇന്ന് പോകണ്ടാത്ത വഴികളിലൂടെ മനുഷ്യൻ ഓടുന്നത്. എവിടോട്ടാണ് ഓടുന്നത്, എങ്ങോട്ടാണ് ഓടുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റും. പാപത്തിൻ്റെ മേഖലയിലേക്ക് കൂടി പലവട്ടവും ആ കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുമ്പോഴൊക്കെ അത് നമുക്ക് തോന്നലാന്ന് പറയും. ശരിയല്ലോ, ഞാൻ ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തമ്പുരാൻ പറയും. ചില കാര്യങ്ങൾ പാപത്തിൽ വിളിക്കുമ്പോൾ എൻ്റെ എനിക്ക് പറയും, തമ്പുരാൻ പറയുമ്പോൾ അരുതെന്ന് പറയും. ഈ പാപം ചെയ്യാൻ എപ്പോഴും മധുരമുള്ളതാണ്. നമ്മൾ പാപത്തിലേക്ക് ഏത് കാര്യം ചെയ്ത് നോക്കി എപ്പോഴും മധുരമുള്ളതായിരിക്കും. പക്ഷെ നല്ലത് നമുക്ക് കയ്പായിട്ട് തോന്നും. പക്ഷേ എപ്പോഴാണ് മധുരമായിട്ട് വരുന്നത്? ഒരു ആപത്തിൽ ചെന്ന് ചാടുമ്പോൾ നമുക്ക് മധുരമായിട്ട് തോന്നും. ഏതെങ്കിലും കാര്യങ്ങൾ വേണ്ട. ഞാൻ ചില കാര്യത്തിൽ തമ്പുരാനിക്ക് മെസ്സേജ് പോകരുതെന്ന് പറയും. അരുത് 2-3 തൊട്ട് അരുതെന്ന് പറയും. വീണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി പണിയാണെന്ന് എനിക്കറിയാം. പക്ഷെ പലപ്പോഴും ഞാനുണ്ടല്ലോ തമ്പുരാൻ കാണിച്ചു കിടുന്ന വഴിയിലൂടെ ഞാൻ പോവാറുണ്ട്. വഴി കൊണ്ടടിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. നമ്മളെപ്പോഴും മിണ്ടാതിരിക്കുന്നവരല്ല, നമ്മൾ മിണ്ടിക്കൊണ്ടിരിക്കുക. എന്തിന് ആവശ്യമുള്ള കാര്യമൊന്നും തമ്പുരാനൊക്കെ പറയാനോ തമ്പുരാൻ പറയുന്നോ കേൾക്കാനൊന്നും മനുഷ്യന് കാതില്ല. ഇന്ന് പാവത്തിൻ്റെ മേഖല വേണ്ടാത്ത കാര്യങ്ങൾ ഒരു വട്ടം മനസ്സ് ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിൽ നിന്ന് പോകും. നിങ്ങളുടെ ആയാലും എൻ്റെ ആയാലും അങ്ങനെ. അതെപ്പോഴും നമ്മൾ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വേണ്ടാത്ത കാര്യത്തിന് വേണ്ടി, വേണ്ടുന്ന കാര്യത്തിനൊന്നുമില്ല. അതാ തമ്പുരാൻ പറഞ്ഞത്. അതായത് എന്നോട് 3 അതായത് ബലിയാമിൻ്റെ കീഴെ കിടന്നു കളഞ്ഞു. ബലിയാമിൻ്റെ കോപം ചുരിച്ച് അവൻ കഴുതയെ വടി കൊണ്ടടിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായങ്ങ് തുറന്നു. ആ ബലിയാമിനോട്, നീ എന്നെ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ഓക്കെ. ബലിയാമിൻ്റെ കോപം ചുരിച്ച് അവൻ കഴുതയെ വടി കൊണ്ടടിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായ തുറന്നു. അത് ബലിയാമിൻ്റെ അവനോട്, നീ എന്നെ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ബലിയാം കഴുതയോടെ, നീ എന്നെ കളിയാക്കുന്നത് എന്തുകൊണ്ടത്രേ? അന്നേരം ബലിയാമിൻ്റെ വായ അങ്ങ് തുറന്നപ്പോൾ കഴുതയുടെ വാ തുറന്നപ്പോൾ ബലിയാമിനെ കളിയാക്കുവാന്ന് തോന്നി. അതായത് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ദൈവം തമ്മിലാണ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ്. നമ്മൾ പലപ്പോഴും അത് ചെയ്യുന്നുണ്ടോ? നമ്മൾ നോക്കി, നമ്മൾ ചിലപ്പോൾ കഴുതയായി വരാം, ചിലപ്പോൾ ഒരു പ്രാവായിട്ട് വരാം. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങോട്ടാണ് പോകുന്നത്? അവന് കഴുതയെ അടിക്കുന്നില്ല, കഴുത മുന്നോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ കഴുതയ്ക്ക് കണ്ണുകൊണ്ട് ദൂതൻ അവിടെ നിൽപ്പുണ്ടെന്ന് മനുഷ്യൻ പലപ്പോഴും കാണാൻ പറ്റുന്നില്ല. ദൈവം ഏതാ, പാവം ഏതാ, പൈശാചികം ഏതാ,
കള്ളനേതാ നല്ലതെന്നാന്നുള്ള എല്ലാവരെയും ഒരുപോണം കാണുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. വിവേചന വരം കൊണ്ട് തമ്പുരാൻ പല വരങ്ങളും നമുക്ക് തന്നിട്ട് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ദൈവം തമ്പുരാൻ പലപ്പോഴും മനുഷ്യർക്ക് കൊടുക്കുന്ന വരങ്ങളുണ്ട്. ആ വരങ്ങൾ പലപ്പോഴും മനുഷ്യൻ സമയത്തിനനുസരിച്ച് ദൈവത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. ആ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ പാപത്തിൻ്റെ മേഖലയിലേക്ക് പോകുന്നത്. പറഞ്ഞ് മനസ്സിലായോ? നമ്മുടെ ജീവിതമാകുന്ന കാൽവറി ക്രൂഫിൻ്റെ 3 ആണിമേൽ രക്തം ചെയ്യുമ്പോൾ ഈ ദൂതന്മാരൊക്കെ നമുക്കുണ്ട്. നമുക്ക് മാലാഖമാരുണ്ട്. മാലാഖമാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധന്മാരുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മൾ ഇതിനൊന്നും ചെയ്യുന്നത് നേരിട്ട് ഡയറക്റ്റാണ് പോകുന്നത്. ഈ ഡയറക്റ്റ് ചെയ്യുമ്പം ഈ സാഹകളുണ്ട്. എല്ലാ വിശുദ്ധന്മാർക്കും അനേക സാഹകളുണ്ട്. ആ സാഹ കൂടിയാണ് ദൈവം തമ്പുരാൻ പത്രോസ്, പൗലോസ്, അന്ത്രോസ് ഇവരെ എല്ലാം കൂട്ടുപിടിച്ച് നമ്മുടെ വൈദികന്മാരുണ്ട്, തിരുമേനിമാർ, ഇവരെല്ലാവരും നമ്മളോട് കൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവർ. അവരെ ചേർത്ത് പിടിച്ചാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പം പലപ്പോഴും എല്ലാവരും പറയും നേരിട്ടങ്ങ് പോയവർ. നേരിട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ ബൈബിൾ വേണ്ട, നേരിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, വേറെ ആരും മധ്യസ്ഥം വേണ്ട. അങ്ങനെ ആവുമ്പോൾ പലതും നമുക്ക് നഷ്ടപ്പെടും. അതായത് നമ്മൾ മുന്നോട്ട് പോകും. ദൂതനെ നമ്മൾ കാണുന്നുണ്ട്. ബലിയാമിനോട് നീ എന്നെ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ബലിയാം കഴുതയോട് നീ എന്നെ കളിയാക്കുന്നത് എന്തുകൊണ്ടത്രേ? നീ എൻ്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു എന്ന് പറഞ്ഞു. നേരം നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ, ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ പറഞ്ഞു തമ്പുരാനെ കൂടെ നീ തീ ഇറക്കാനും നമുക്ക് ഇവരെ അങ്ങ് നശിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അന്നേരം നമുക്ക് വേണ്ടാത്ത ഒരു കാര്യം ആരെങ്കിലും ഒന്നും ചെയ്യുന്നെങ്കിൽ അവനെ പിന്നെ കൊല്ലുക. പിന്നെ ഈ ഭൂമിയിൽ നിന്നും മാറ്റും. ഞാനും നിങ്ങളുമാകുന്ന ഈ സമൂഹത്ത് നമുക്ക് വേണ്ടാത്ത കാര്യം ഒരാൾ വേണ്ടാന്നുണ്ടെങ്കിൽ അവനെ ഞാൻ കൊല്ലുക. അല്ലെങ്കിൽ തീർത്ത് ഇന്ന് നമുക്ക് എന്തിനാ ദേഷ്യവും പകയും പിണക്കവും ഒക്കെ. നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവനോട് പകയ, നമുക്ക് ദേഷ്യമാ, പകയാ, ദേഷ്യമാ, വെറുപ്പാ, വിദ്വേഷമാ, പകയ, അവനെ ഓർത്ത് എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടിരിക്കുന്നത് അവൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. എന്നാലും നമ്മൾ ഓരോ ദിവസം നമ്മുടെ കൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. നമുക്ക് ദൈവം തന്ന കൃപയുണ്ട്. ആ കൃപ നമ്മളോട് വിദ്വേഷം പകയും പറയുമ്പോൾ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ നിന്നും ആ കൃപ നമ്മളിൽ നിന്ന് മാറ്റും. ഞാൻ ഉൾപ്പെടെയാണ്, പക്ഷേ മാറ്റപ്പെട്ടു പോകും. അതിന് നമ്മൾ എന്തിനെ, അതാണ് തമ്പുരാൻ കാണിച്ചത്. ദൂതൻ മുന്നിൽ നിൽക്കുമ്പോൾ അബിലേക്കിന്, അതായത് കൊന്നുകളയുന്നു എന്ന് പറഞ്ഞു. കഴുത ബലിയാമിനോട് ഞാൻ നിന്റെ കഴുതയല്ലയോ, ഇക്കാലമൊക്കെയും എൻ്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ? പാമ്പത്തെ കഴുത ചോദിക്കുകയാണ്. ഞാൻ നിന്നെ ഇത്രയും നാൾ കൊണ്ട് നടന്നില്ലയോ? എപ്പോഴെങ്കിലും നീ ചെയ്തതിൻ്റെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല, നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം അതുകൊണ്ടാണ് കഴുത പറഞ്ഞ്, കഴുത സംസാരിക്കാൻ തുടങ്ങി. തമ്പുരാൻ അവൻ്റെ മേൽ സംസാരിക്കാനുള്ള കൃപ കൊടുത്തു. അങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ബലിയാമിനോട് ഞാൻ നിന്റെ കഴുതയല്ലയോ, ഈ കാലമൊക്കെ എൻ്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ വരുമ്പോൾ നമ്മുടെ മുടിയനായ പുത്രന് പകലും വിറ്റ് പറക്കിയിട്ട് മൊത്തം പോയി ഇഷ്ടാനുസരണം എല്ലാം തിന്ന് അവൻ അവസാനം അവന് അവനെ വീണ്ടും വിചാരം തുടങ്ങി. അപ്പം നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്ത് ഞാൻ യോഗ്യനല്ല. അത് കഴിഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അന്നേരം ഇതുപോലെ പറയുന്നുണ്ട്, എൻ്റെ സഹോദരൻ എപ്പോഴെങ്കിലും നീ എപ്പോഴും എൻ്റെ സഹോദരനോട് കൂടെ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളാകുന്ന ആ കാൽവറി ക്രൂഫിൽ ഏതെങ്കിലും സമയത്ത് തമ്പുരാൻ്റെ കൂടെ നിൽക്കുമ്പം ഒരു കാര്യം വാസ്തവം, തമ്പുരാനെ അടുത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ചില നിയമങ്ങളുണ്ട്, ചില റൂട്ടുകളുണ്ട്. അതിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ. ദൈവത്തിന് അല്ലാത്തവർക്ക് ഇഷ്ടം പോലെ നടക്കാം. ഈ ഒറ്റാരി കിടക്കുന്ന മീനെ എളുപ്പം പിടിക്കാം, പക്ഷേ തോട്ടി കിടക്കുന്ന മീനെ പിടിക്കാൻ പറ്റത്തില്ല. ഇന്ന് പറഞ്ഞതുപോലെ ദൈവത്തിനായിരിക്കുമ്പോൾ ഒരു സൃഷ്ടി പുതുതായി തമ്പുരാൻ്റെ സന്നിധിയിലിരിക്കുന്ന നമുക്ക് പലതിനെയും വേണ്ടാത്തതിനെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. മറ്റവരുടെ കൂട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാവരും കൂട്ട് നമുക്ക് സംസാരിക്കാം. പല കാര്യങ്ങളും തമ്പുരാൻ നമുക്ക് കാണിച്ചു തരും. നമ്മുടെ നാവിനെ തമ്പുരാൻ തന്നെ കടിഞ്ഞാണിടും. എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളത് നമുക്ക് തമ്പുരാൻ പറഞ്ഞു തരും. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 100% ശരിയല്ല എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മൾ വരുമ്പോൾ നമ്മൾ എന്താ പറയണമെന്ന് വിവേചിക്കാനുള്ള വരം നമുക്കുണ്ടാകും. അതുകൊണ്ട് നമ്മളെപ്പോഴും തമ്പുരാൻ്റെ ഒരിക്കൽ ചോദിക്കുക, അതാണ് നീ എൻ്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു. ഇട്ടില്ല എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബലിയാമിൻ്റെ കണ്ണ് തുറന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. എപ്പോഴാവൻ തോന്നുന്നു ലാസ്റ്റ് കഴിക്കാറുണ്ട്. ഈ കഴുതയുമായിട്ട് സംസാരിപ്പിച്ച് അവൻ്റെ കണ്ണ് തുറപ്പിച്ചു. ദൂതൻ അവിടെ നിൽപ്പുണ്ടെന്നും ഇവൻ്റെ കണ്ണ് തുറന്ന് എപ്പോഴാവൻ ലാസ്റ്റ് കഴിക്കാൻ കണ്ണ് തുറന്നേ? ബലിയാമിൻ്റെ കണ്ണ് തുറന്ന് യഹോവയുടെ ദൂതൻ വാൾ ഊരിക്കൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എപ്പോഴും അതുവരെ കണ്ടില്ല.
കഴുതയെ അടിച്ചു, കഴുതയെ എല്ലാം ചെയ്തിട്ടും കഴുത സംസാരിച്ചു, നീ എന്തിനാണ് എന്നെ അടിക്കുന്നത്? 3 വട്ടം, ഇത്രയും 3 ദിവസം കൊണ്ട് നീ എൻ്റെ മണ്ടയ്ക്കിരിക്കുന്നു, നീ എന്നെ. അന്നേരം പിന്നെ പറഞ്ഞു, എനിക്ക് വാണ്ടാണ്, നിന്നെ കൊല്ലുമായിരുന്നു. അന്നേരം അവൻ ചോദിക്കുന്നുണ്ട്, കഴുത ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ കഴുതയല്ലോ, ഈ കാലമൊക്കെയും നിന്റെ പുറത്തല്ലയോ നിന്നെ കയറുന്നത്? നമ്മുടെ തമ്പുരാൻ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ തമ്പുരാൻ ഇത്ര നാൾ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് കാൽവാരി ക്രൂസിൽ കൊണ്ട് നടന്ന് ഏതെങ്കിലും അപ്പാ നീ എനിക്ക് വേണ്ടിയാണല്ലോ മരിച്ച് അടക്കപ്പെട്ടെന്നെങ്കിൽ ഹൃദയം നൊന്ത് നമ്മൾ ഒന്ന് വിളിക്കാറുണ്ട്? ഒന്ന് ചിന്തിച്ച് നോക്കി. ഇത്രയും നാള് തമ്പുരാൻ ജനിച്ച് കഴുതപ്പുറത്താണെങ്കിൽ കഴുത, ഇന്ന് പലരും പറയാറുണ്ട്, തമ്പുരാനെ നീ ഇന്ന്, തമ്പുരാൻ എനിക്കൊരു മെസ്സേജ്, നീ ഇന്ന് കഴുതയാവണം. ക്രൂസ് ചുമക്കുന്ന ഒരു കഴുത. ആ കഴുത ആരാ? തമ്പുരാൻ. ആ കഴുതപ്പുറത്തിരുന്ന് നെഞ്ചനും നീരും ആർക്കും കൊള്ളരാത്തമായ കഴുത, ജനിച്ചത് കാലിത്തൊഴുത്തിൽ, മരിച്ചത് കാൽവറി ക്രൂസിൽ. നമ്മൾ എപ്പോഴെങ്കിലും തമ്പുരാനെ ഇന്ന് നമുക്ക് ഈ കഴുതയുടെ ഉദാഹരണം വെച്ച് എന്തെങ്കിലും തമ്പുരാൻ എനിക്ക് കിട്ടുന്ന ഒരു ഇതാ, ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ഇത്ര നാൾ നമ്മളെ വഹിച്ചു. നമ്മൾ തമ്പുരാനെ വഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഉണ്ടോ? എന്താ പറ്റാത്തത്? നമ്മൾ പലതിൻ്റെ പുറകെ പോകുമ്പോഴും പലതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും പല കാര്യങ്ങളും ചിന്തിക്കുമ്പോഴും നമുക്ക് ദൈവത്തെ വിളിക്കുമ്പോൾ നമുക്കൊന്നും കിട്ടുന്നില്ല. ഉണ്ടോ? പക്ഷെ അവസാനം വരെ ഫഹിച്ച് നിൽക്കുമ്പോഴാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. കരിമ്പ് നട്ടത് ജ്യൂസ് വേണമെങ്കിൽ അത് മെഷീൻ്റെ അകത്തോട്ട് ഇടിച്ച് കയറി പിഴിഞ്ഞ് അത് അല്ലെങ്കിൽ അത് ജ്യൂസായിട്ട് വന്നെങ്കിൽ മാത്രമേ ഗ്ലാസ്സിൽ കിട്ടും. അപ്പോഴാണ് അതിൻ്റെ രുചി വരുന്നത്, ഇല്ലയോ? കരിമ്പായിരുന്നാൽ ജ്യൂസ് ആവും ഇല്ല. അതായത് അത് കഷ്ടപ്പെട്ട് അത് മെഷീൻ്റെ അകത്ത് കയറി അരഞ്ഞ് കഴിഞ്ഞ് അത് ജ്യൂസായി ഗ്ലാസ്സിൽ വരുമ്പോഴാണ് നമുക്ക് ജ്യൂസ് എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ആ കൽപ്പനകൾ പ്രമാണിച്ച് അതിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ദൈവം തമ്മിൽ ഞാൻ നിന്നിൽ, നീ എന്നിലും വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയം തുറന്ന് വിശുദ്ധിയോടുകൂടി ഇരിക്കണം. നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ വചനം അനുസരിച്ച് വചനം പ്രവർത്തിപ്പാനും വചനം കൊടുക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിപ്പാനും നീ ഞങ്ങളെ ഓരോരുത്തരെ ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവ്. ഇന്ന് ഈ ലോകത്ത് പാവമാകുന്ന കാൽവറി ക്രൂസിൻ്റെ 3 ആണി രക്തം ചീന്തി അത് കേൾക്കുവാനോ അത് കാണുവാനോ അത് പ്രവർത്തിക്കുവാനോ ആർക്കും സമയമില്ല കർത്താവേ. ഈ സമയമില്ലാത്ത സമയങ്ങളിലേക്ക് ഓടിപ്പോകുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ മക്കൾ പലതും പാവങ്ങളിലാണ് കർത്താവ്. ആ പാവപ്പെട്ട ജീവിതങ്ങളെ നയിക്കുവാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും നീ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് മനുഷ്യന് ദൈവമില്ല എന്ന മൂടൻ തൻ്റെ ഹൃദയത്തിൽ ദൈവം എന്ത് ചെയ്തെന്ന് ചോദിക്കുന്ന ഈ മക്കളിലേക്ക് ദൈവത്തിൻ്റെ വചനമാകുന്ന പരിശുദ്ധാത്മാവ് നിറച്ച് ഓരോ മക്കളെയും നിന്നിലേക്ക് എങ്കിലേക്ക് നോക്കിയവർ പ്രകാശരായെന്ന് പറയുവാൻ ഈ ഓരോ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് കയറുന്ന ഇന്ന് ലോകത്ത് പിതാവെ പാവങ്ങളെ ചാഞ്ചാട്ടങ്ങൾ നടക്കുമ്പോൾ വെറിക്കൂത്തുകൾ ദൈവമില്ല എന്ന് സാത്താൻ സേവകൾ ഞങ്ങളുടെ മക്കൾ പോകുമ്പോൾ ദൈവമേ ഞങ്ങൾക്ക് കരയാനേ പറ്റു കർത്താവേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കും. കോഴി തൻ്റെ ചിറകിൽ മറയ്ക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് കർത്താവേ. മദ്യപാനികളെ, മയക്കുമരുന്ന് കഞ്ചാവിന് അടിമപ്പെട്ടവരെ പിതാവ്, സാമ്പത്തിക മേഖലയിൽ കടക്കുന്നത് ആത്മഹത്യാ പ്രവണതയുള്ളവർ പിതാവ്, ഭാര്യാഭർത്താക്കൾ പാപത്തിൽ കിടക്കുന്നവർ, വഞ്ചന, ചതവ്, മോഷണം, പിടിച്ചുപറി ഇവരെല്ലാം കിടക്കുന്ന മക്കൾ കർത്താവെ ഇന്ന് പാവത്തിൻ്റെ മേഖല വെട്ടി നിരപ്പാക്കി നല്ല റോഡ്, നല്ല മാർഗം, നിന്നിലേക്ക് തിരിയുവാനുള്ള മാർഗം നീ ഞങ്ങൾക്ക് ഓരോരുത്തരും തരുന്നു. ഇടുങ്ങിയ വഴിയാവാതെ ഇടുങ്ങിയ വഴി കൂടി നടക്കുവാൻ, വിശാലമായ വഴി കൂടി നടക്കാതെ ഇടുങ്ങിയ വഴി കൂടി പോകാൻ ഞങ്ങൾക്ക് കൃപ തരണം. പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണം. വന്നത് പോകുന്നവരെ കേൾക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധ അഭിഷേകം യേശു നാമത്തിൽ തന്നെ ആമേൻ.